ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഒരു ചിക്കൻ കറിയാണ്. ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു ഉരുളി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് പെരുംജീരകവും ഒരു പട്ടയും ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊട്ടിച്ചെടുക്കും. അപ്പോൾ എനിക്ക് കറിക്കത്തൂടെ മസാലയുടെ ടേസ്റ്റ് ഒന്നുകൂടെ നന്നായിട്ട് വരുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ 2 വറ്റൽമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, ഞാൻ ചതച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം അരയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ടേസ്റ്റ് തോന്നാറില്ല പേസ്റ്റാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇതെനിക്കൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചെടുക്കാറുള്ളു. നന്നായിട്ട് ചതച്ചെടുക്കും. അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉള്ളി ചേർക്കാം. ഞാൻ തലേദിവസം വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് വെച്ച ഉള്ളിയാണ്. രാവിലെ അതിനൊന്നിനും നേരം കിട്ടാറില്ല. പിന്നെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തിരുന്നതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ അത് 2 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കല്ലുപ്പിട്ട് നന്നായിട്ട് ഇളക്കി വാടി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കണം. പിന്നെ കറിവേപ്പില, അതിലൊരു മസാലയുടെ കളർ കാണുന്നത്. ഞാൻ പൊടികളൊന്നും ഇട്ടിട്ടില്ല. രാവിലെ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് പൊരിച്ച് കൊടുത്ത് വിട്ടപ്പോൾ അതിൻ്റെ ബാക്കി എണ്ണ ഉണ്ടായിരുന്നു. അത് ഞാൻ അതിനകത്ത് ഒഴിച്ചതാണ്. അല്ലാതെ ഇപ്പം ഞാൻ മസാലകളൊന്നും ഇട്ടിട്ടില്ല. ഇത് നന്നായിട്ട് വാടി വന്ന ശേഷം മാത്രമേ ഞാൻ പൊടികൾ ചേർക്കാറുള്ളൂ. പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാൻ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികം പഴുത്തതല്ലാത്തത് കൊണ്ടാണ് 2 തക്കാളി. നന്നായിട്ട് പഴുത്തതാണെങ്കിൽ വലിയ 1 തക്കാളി മതിയാവും. ചിലരൊന്നും ചിക്കനിൽ തക്കാളി ചേർക്കാറില്ല, പക്ഷേ ഞാൻ ചേർക്കാറുണ്ട്. എനിക്ക് ഒരു ചെറിയൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക്. ചിലർ പുളിക്കും എന്ന് പറഞ്ഞിട്ട് ചേർക്കാറില്ല. നന്നായിട്ട് ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് വേണം നമുക്ക് പൊടികളൊക്കെ ചേർക്കാൻ. ഏകദേശം പൊടി ചേർക്കാറായി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 3 ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ചിക്കൻ മസാല, അത് ഓരോരോ ഇഷ്ടം കണക്കിടാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഒരിക്കലും അടുക്കി പിടിക്കരുത്. അത്രയും നല്ല രീതിയിൽ വേണം ഇളക്കിക്കൊണ്ടിരിക്കാൻ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അടച്ച് വയ്ക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് തക്കാളിക്ക് ചേർത്തത്. ഇപ്പോൾ പക്ഷേ തക്കാളിക്ക് ചേർക്കുന്നതായിട്ട് ഞാൻ എടുത്തത് ഇപ്പോഴാണ്. പക്ഷെ ഞാൻ അടച്ച് വെച്ച് വേവിച്ചിട്ടാണ് തക്കാളിക്ക് ചേർത്തത്. കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഈ തക്കാളിയുടെ വെള്ളത്തിൽ വേണം ഈ മസാല കുറച്ചുകൂടെ വെന്ത് കുറുകാൻ. അപ്പോഴേ ആ മസാലയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആ തക്കാളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് മസാലയും തക്കാളിയും ഒന്നും അറിയാത്ത രീതിയിലാവണം. എങ്കിലും നമുക്ക് ചിക്കൻ ചേർക്കേണ്ട സമയമാവും. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർക്കാം. ഇപ്പം നമുക്ക് ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ചിക്കന് കുറച്ച് വെള്ളവും നമ്മുടെ ആ പാത്രത്തിൻ്റെ ഒരു ചൂടുമൊക്കെ കൊണ്ട് വെള്ളത്തിൽ വെന്തോളും. നമുക്കല്ലാതെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചൊഴിക്കേണ്ടി വരും. കാരണം ആ വെള്ളം പോരാ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട്. മസാല ഇങ്ങനെ നല്ലതുപോലെ എല്ലാ കഷ്ണത്തിലേക്കും ആക്കി കൊടുക്കണം. നന്നായിട്ട് മസാല എല്ലായിടത്തും ആയിട്ടുണ്ട്. വീഡിയോ ഒന്നും എടുത്തു തരാനൊന്നും ആരുമില്ല കേട്ടോ, ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കിട്ടി, കുറച്ച് കിട്ടിയില്ല. ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വെള്ളം തിളപ്പിച്ചൊഴിച്ചു. കറി കുറവാണെന്ന് തോന്നണമെങ്കിൽ ആവശ്യത്തിന്, ചിലർക്ക് കറി കൂടുതലുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് അധികം കറി ഉള്ളതല്ല ഇഷ്ടം. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം തിളപ്പിച്ചൊഴിക്കാം. പക്ഷേ എനിക്ക് അധികം അങ്ങനെ
വെള്ളമുള്ളത് ഇഷ്ടമല്ല. കുറച്ച് കറി ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഏകദേശമൊക്കെ വെന്ത് ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ വേണമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചുകൂടെ ഉപ്പൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ചിക്കൻ കറി റെഡിയായി. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ വെച്ചതുകൊണ്ട് കാണാനൊക്കെ സൂപ്പറായിട്ടിരിക്കുന്നു. ഇനി തിന്നുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.